പശ്ചിമേഷ്യയിൽ അവിടുത്തെ മാർവാറികളെന്ന് പറയുന്ന ഈ ഹൂണ്ടികക്കാർ, പണം കടം കൊടുത്ത് കാശുണ്ട് ബ്ലേഡ് കമ്പനിക്കാർ, അവരെ കൂട്ടത്തിലുള്ള ഒരു മാർവാറി കമ്പനിയായിരുന്നു ഈ ടാറ്റ. അയാളുടെ പേര് ജീജാബായി. അയാൾ എന്ത് ചെയ്തു? മാൾവ, ഇന്നത്തെ മധ്യപ്രദേശ്, അതുപോലെ മഹാരാഷ്ട്രയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ചേർന്ന മാൾവ റീജിയൺ, അവിടെ അവർ സ്വന്തമായിട്ട് പോപ്പി കൃഷി തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തൊടിയിച്ചില്ല. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് പോപ്പി കച്ചവടത്തിൻ്റെ കാര്യത്തിൽ തർക്കം ആര് തുടങ്ങി, എന്ന് തുടങ്ങി? അത് 18-ാം നൂറ്റാണ്ടിൽ തന്നെ ടാറ്റ തുടങ്ങി. അങ്ങനെയാണ് ജീജാബായി ടാറ്റ അവിടെ പോപ്പി കൃഷി ചെയ്യുന്നതും ആ പോപ്പിയിൽ നിന്ന് കറുപ്പുണ്ടാക്കിയിട്ട് ബോംബെ തുറമുഖം വഴി കൊലാലംപൂരിലെത്തിച്ച് ഹോങ്കോങ്ങിൽ അവർ സ്വന്തമായിട്ട് കമ്പോളം സ്ഥാപിച്ചു. അവരവിടെ കച്ചവട സ്ഥാപനം ഉണ്ടാക്കി. അങ്ങനെ ചൈനക്കാർക്ക് ഹോങ്കോങ് വഴി പോപ്പി വിറ്റുണ്ടാക്കിയ കാശിൽ നിന്ന് കിട്ടിയ മിച്ചമാണ് 1853 ജീജാബായി ജാംഷഡ്ജി ടാറ്റ എംപ്രസ് മില്ല് സ്ഥാപിക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബിർള ആയാലും ടാറ്റ ആയാലും അതുപോലത്തെ മറ്റു ചില കൊച്ചു കൊച്ചു വ്യവസായികളായാലും ഇന്ത്യയിലുണ്ട്. അവർ മുഴുവൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. കാര്യമെന്താ? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പോളം ഇവരുടെ നിയന്ത്രണത്തിൽ ആകും. അപ്പോൾ കോൺഗ്രസിൻ്റെ പിന്നിലാരാണ്? അവരെ മൂലധന ശക്തി എന്ന് പറഞ്ഞ് അവർ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ വേണം സ്വാതന്ത്ര്യ അനന്തരമുള്ള ഭാരതത്തെ പരിശോധിക്കാൻ. സ്വാതന്ത്ര്യാനന്തരം നമ്മൾ നെഹ്റു ആയിരുന്നല്ലോ പ്ലാനിങ്, ആസൂത്രണമൊക്കെ നടപ്പിലാക്കിയത്. മിക്സഡ് എക്കോണമി കൊണ്ടുവന്നു. മിക്സഡ് എക്കോണമി ലക്ഷ്യം എന്താ? മുതലാളിത്തം അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ നിലനിൽക്കും, പൊതുമേഖലയിൽ നിലനിൽക്കും, രണ്ടും കൂടിയുള്ള PPP, പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ PPP സംവിധാനവും നിലനിൽക്കും. ഇതാണ് കൊണ്ടുവന്നത്. പക്ഷേ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ, ഖനവ്യവസായം പലതും സ്വകാര്യ മുതലാളിമാരുടെ കയ്യിലാണ്. സ്വകാര്യ മുതലാളിമാരുടെ വ്യാവസായിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നതിനാവശ്യമായ പൊതുമേഖല സർക്കാർ ഏറ്റെടുക്കുന്നു. ഉദാഹരണത്തിന് റെയിൽവേ, മൈനിങ്. അങ്ങനെ പ്രധാനപ്പെട്ട റെയിൽവേയാണ് ഏറ്റവും പ്രധാനം. കാരണം ചരക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ്? യാത്രക്കാർക്കുള്ള കൂലിയേക്കാൾ കുറവാണ് ചരക്ക് കടത്തിനുള്ള കൂലി. വ്യോമയാനം, ഷിപ്പിങ്, അങ്ങനെയുള്ള ഒരുപാട് മേഖലകൾ സർക്കാർ തന്നെ മൂലധനം മുടക്കി പൊതുമേഖലയെ വികസിപ്പിച്ചു. പൊതുമേഖലയെ വികസിപ്പിച്ച നല്ലതാണ്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അതുകൊണ്ട് തൊഴിൽ കിട്ടി. സർക്കാരിൻ്റെ സമ്പാദ്യമാണ്, നാട്ടിൻ്റെ സമ്പാദ്യമാണെന്നുള്ളതൊക്കെ ശരി. അതാണ് പിന്നീട് 90-ന് ശേഷം വിറ്റഴിച്ച് കാശാക്കിയത്. 90-ന് ശേഷം ഉദാരവൽക്കരണം വന്നപ്പോൾ നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനം, നവരത്ന കമ്പനികളൊക്കെ പൊളിച്ചെടുത്ത് ഓഹരി വിറ്റ് കാശുണ്ടാക്കിയത് ഇതാണ്. അപ്പോൾ അതാണ് 90-കളുടെ അല്ലെങ്കിൽ 50-കളുടെ നയം. മുതലാളിമാർ കോൺഗ്രസിനെ പിന്തുണച്ച് നിന്നത്. മറുഭാഗത്ത് സ്വതന്ത്ര പാർട്ടി എന്ന് പറഞ്ഞ് മറ്റൊരു മുതലാളിത്ത പാർട്ടി ഉണ്ടായി. പക്ഷേ അവർക്ക് പാർലമെൻറ്റിൽ മെച്ചപ്പെടാൻ സാധിച്ചില്ല. പാർലമെൻറ്റിൽ അവർക്ക് മെച്ചപ്പെടാൻ സാധിക്കാത്തതിന് കാരണം ഇപ്പോൾ രാജാജിയെ പോലുള്ള ആൾക്കാർക്ക് സ്വതന്ത്ര പാർട്ടിയുടെ ആൾക്കാരായിരുന്നു. 50-ലെ മത്സരത്തിൽ കോൺഗ്രസ് വിട്ട് അദ്ദേഹം സ്വതന്ത്ര പാർട്ടിയുടെ ആളായിട്ടാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. കാര്യമെന്താ? ഒന്ന്, ഭരണകക്ഷിയായ കോൺഗ്രസ് മുതലാളിത്തത്തെ സഹായിക്കുന്ന, ഇന്ത്യയിലെ മുതലാളിമാരെ സഹായിക്കുന്ന പാർട്ടിയാണ്. രണ്ട്, ഇന്ത്യൻ ജനതയിൽ അടിത്തറയുള്ള സാധാരണ ജനങ്ങളിൽ വിശ്വാസമുള്ളവരും അല്ലെങ്കിൽ വിശ്വാസം ആർജിക്കാൻ സാധിച്ചവരും, എന്നാൽ മുതലാളിമാരെ ഒരിക്കലും